അപ്പൊ ഇനി നമുക്കുള്ളത് ജി എന്താന്ന് നോക്കണം, അതിന്റെ പേരെന്താന്ന് നോക്കണം, യൂണിറ്റ് എന്താന്ന് നോക്കണം, ഡയമെൻഷൻ എന്താന്ന് നോക്കണം. അപ്പൊ അതിന്റെ വാല്യൂ നമ്മൾ പഠിച്ചു വെച്ചു അല്ലേ. ജി ഇസ് ഈക്വൽ ടു എത്രയായിരുന്നു? 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ അല്ലേ. അത് നമ്മൾ പഠിച്ചു വെച്ചു, കാണാതെ പഠിച്ചു വെക്കണം പറഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇനി അതിന്റെ പേരെന്താന്ന് നോക്കാം. ഇത് എവിടെ നിന്ന് വന്ന കോൺസ്റ്റന്റാ? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ നിന്ന് വന്ന കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. അതിന്റെ വാല്യൂ നമ്മളിപ്പോ പഠിച്ചു, ഇപ്പൊ പറഞ്ഞ സാധനം അത് പഠിച്ചു. ഈ വാല്യൂ കണ്ടുപിടിച്ച വേറൊരാളാണ് കേട്ടോ. നോക്കിയേ, ഹെൻറി കാവൻഡിഷ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് എന്ത് കണ്ടുപിടിക്കുന്നത്? വാല്യൂ. ആ ഇക്വേഷൻ ഒക്കെ കണ്ടുപിടിച്ച നമ്മുടെ ന്യൂട്ടൺ ഒക്കെ തന്നെയാ. പക്ഷെ ഇവിടെ എന്താ, ഈ വാല്യൂ ജിയുടെ പർട്ടിക്കുലർ വാല്യൂ ഇങ്ങനെ കോൺസ്റ്റന്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളായിരുന്നു. അതിന്റെ വാല്യൂ കൊണ്ടുവന്ന ആരാ? ഹെൻറി കാവൻഡിഷ് എന്ന് പറഞ്ഞ ഒരാളാണ് അതിന്റെ വാല്യൂ കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ യൂണിറ്റ് നോക്കാം. ജിയുടെ യൂണിറ്റ് എത്രയാന്ന് നോക്കാം. ഇത് എക്സാമിലൊക്കെ ചോദിക്കുന്ന യൂണിറ്റും ഡയമെൻഷൻ ഓഫ് ജി കണ്ടുപിടിക്കാൻ എക്സാമിൽ ചോദിക്കുന്നതാണ്. അപ്പൊ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആകെ അറിയാവുന്ന ഒരു ഇക്വേഷൻ ഏതാ? F is equal to G m1 m2 by r square. നമുക്ക് ആരുടെ വാല്യൂ വേണ്ടേ? ഏതിന്റെ യൂണിറ്റ് വേണ്ടേ? ജിയുടെ യൂണിറ്റ് വേണ്ടേ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ആരാ? അവിടുത്തെ അധികപ്പറ്റ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അവന്മാരെല്ലാം മാറ്റണം. അപ്പൊ നോക്കിക്കേ, എനിക്ക് ഇങ്ങനെ എഴുതാവോ നോക്കിക്കേ. ജി ഇസ് ഈക്വൽ ടു, ജിയെ മാത്രം അവിടെ നിർത്തി, ബാക്കിയുള്ളവന്മാരെല്ലാം അപ്പുറത്ത് കൊണ്ടുപോവാ. ആർ സ്ക്വയറിനെ ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോ എന്താവും? ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആർ സ്ക്വയർ. അപ്പം എഫ് ഇൻറ്റു ആർ സ്ക്വയർ എന്ന് വരും. ഡിവൈഡഡ് ബൈ m1 m2. അതെങ്ങനെ ഡിവൈഡഡ് ബൈ m1 m2 എന്നേ? ഇവിടെ ഇൻറ്റു ആയിരുന്നു, അപ്പൊ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ അവൻ എന്താവണം? ഡിവൈഡഡ് ബൈ ആവും. ക്ലിയർ ആണോ? അപ്പൊ ജിയുടെ ഇക്വേഷൻ എന്തായി? എഫ് ആർ സ്ക്വയർ ബൈ m1 m2. ഇത് നിങ്ങൾ കാണാനൊന്നും പഠിക്കാണ്ട് ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡിറൈവ് ചെയ്ത് എടുക്കാം. അപ്പൊ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? നമ്മുടെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും യൂണിറ്റ്? നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതിന്റെ ഓരോ യൂണിറ്റ് ഇട്ട് കൊടുത്താൽ മതി. എഫിന്റെ യൂണിറ്റ്, ആറിന്റെ യൂണിറ്റ്, എമ്മിന്റെ യൂണിറ്റ്, ഇതെല്ലാം ഇട്ട് കൊടുത്താൽ എന്തിന്റെ യൂണിറ്റ് കിട്ടും? ജിയുടെ യൂണിറ്റ് കിട്ടും. സിമ്പിൾ. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം യൂണിറ്റ്? നോക്കി പറഞ്ഞേ. നമ്മുടെ ഇക്വേഷൻ ജി ഇസ് ഈക്വൽ ടു എഫ് ആർ സ്ക്വയർ ബൈ m1 m2 ആണ്. നോക്കി പറ. എഫിന്റെ എന്താ? എഫിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ആറിന്റെയോ? ആർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു ആറ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആറിനെ മീറ്റർ സ്ക്വയർ ആണോ? ഡിസ്റ്റൻസ് അളക്കുന്ന എപ്പോഴും മീറ്ററിലല്ലേ. അപ്പൊ മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതെന്തുവാ? m1 m2. m1 m2 എന്ന് പറയുന്നത് ഇവരുടെ മാസാണ്, ഈ കൊടുത്തിരിക്കുന്ന മാസം. അപ്പൊ നമ്മൾ മാസിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? കിലോഗ്രാം. കിലോഗ്രാം സ്ക്വയർ. കിലോഗ്രാമിന്റെ സ്ക്വയർ അല്ലേ? 2 മാസം ഉണ്ട്. അപ്പൊ ഇതെന്തായിരിക്കും യൂണിറ്റ്? ആണല്ലോ. ഇത് തന്നെ അല്ലേ ഈ എഴുതിയിരിക്കുന്നത്? നോക്കി കണ്ടോ, ഒരു വാല്യൂന്റെ കൂടെ നമ്മൾ എന്തെപ്പോഴും എഴുതണം? അതിന്റെ യൂണിറ്റ് എഴുതണം. നിങ്ങൾ ശ്രദ്ധിച്ചോളാം. നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം കിട്ടുന്നതിന് യൂണിറ്റ് ഉണ്ടെങ്കിൽ എന്ത് എഴുതണം? യൂണിറ്റ് എഴുതണം. ഇല്ലെങ്കിൽ ആ വാല്യൂ മാത്രം എഴുതി നമുക്ക് എന്ത് കിട്ടില്ല? മാർക്ക് കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് എഴുതിയാലും അതിന്റെ കൂടെ അതിന്റെ യൂണിറ്റ് എഴുതണം. അപ്പൊ ജിയുടെ യൂണിറ്റ് എന്ത് ചെയ്ത് കാണാൻ പഠിക്കണം? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. എങ്ങനെ വന്നാലും മനസ്സിലായല്ലോ. ഇനി അതിന്റെ ഡയമെൻഷൻ, യൂണിറ്റ് കിട്ടി. ഇനി ഡയമെൻഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ ഡയമെൻഷൻ കണ്ടുപിടിക്കും നോക്കാം. ജിയുടെ ഡയമെൻഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എഫിന്റെ ഡയമെൻഷൻ ഇൻറ്റു ആർ സ്ക്വയറിന്റെ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ m1ന്റെ ഡയമെൻഷൻ ഇൻറ്റു m2ന്റെ ഡയമെൻഷൻ. ഇങ്ങനെയല്ലേ ചെയ്യുന്നേ? ഓക്കെ. ഇനി ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? നമ്മളിത് കാണാതെ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ഇതാണ്, ഡയമെൻഷൻ ആണ്. ml സ്ക്വയർ ml(t⁻²). ml(t⁻²). ഇതാണ് ഫോഴ്സിന്റെ. ഇവിടെ സ്ക്വയർ ഇല്ല കേട്ടോ, എല്ലിന് സ്ക്വയർ ഇല്ല കേട്ടോ. എല്ലിന് സ്ക്വയർ വരുമ്പോൾ എപ്പോഴും ഏതിന് മാത്രമേ ഉള്ളൂ? വർക്ക്, എനർജി ഒക്കെ വരുമ്പോഴാണ് എല്ലിന് സ്ക്വയർ വരുന്നത്. ഫോഴ്സിന് എന്തില്ല? എല്ലിന് സ്ക്വയർ ഒന്നുമില്ല, ജസ്റ്റ് l⁻1 മാത്രമേ ഉള്ളൂ. അപ്പൊ ml(t⁻²). ആർ സ്ക്വയർ, ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആയിരുന്നു, അപ്പൊ അത് l² ഡിവൈഡഡ് ബൈ താഴെ എന്തുവാ? മാസ് ആണ്, അപ്പം m² വരും. ആണല്ലോ, 2 m അല്ലേ ഉള്ള, അപ്പൊ m² എന്ന് വരും. ഇനി എങ്ങനെ ചെയ്യും നോക്കാം. മുകളിലും താഴെയും എന്തുണ്ട്? മുകളിൽ ഒരു m ഉണ്ട്, താഴെ 2 m ഉണ്ട്. അപ്പൊ എന്ത് പറ്റും?
ഇങ്ങനെ എഴുതാവോ? മുകളിൽ ഒരു എം, താഴെ 2 എം. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ താഴെ എന്ത് വരും? താഴെ ഒരു എം മാത്രമേ വരുള്ളൂ. മുകളിൽ എത്ര എൽ ഉണ്ട്? 3 എൽ ഉണ്ട്. അപ്പൊ ഇത് എൽ ക്യൂബ് ആയിട്ട് മാറും. അപ്പൊ എങ്ങനെ മാറും നമ്മുടെ ഇക്വേഷൻ? ഈ എമ്മിനെ ഞാൻ മോളിൽ കൊണ്ടുപോവാണേ. എം റേസ് ടു -1. എൽ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ ഒരെണ്ണം, ഇവിടെ 2 എണ്ണം. അപ്പൊ മൊത്തം 3 എണ്ണം. 3 എൽ ഉണ്ട്. അപ്പൊ എൽ റേസ് ടു 3. പിന്നെ ആരുണ്ട് ബാക്കി? ജി റേസ് ടു -2. ഇതാണ് എന്ത്? ജിയുടെ ഡയമെൻഷൻ. ക്ലിയർ ആണോ? അപ്പൊ ജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം റേസ് ടു -1, എൽ ക്യൂബ്, ടി റേസ് ടു -2. ഇത് ഓർത്തിരിക്കാനുള്ള എളുപ്പ വഴി മൈനസ് പ്ലസ് മൈനസ് ഓൾട്ടർനേറ്റ് ആയിട്ട് മൈനസ് പ്ലസ് മൈനസ് 1 3 2 1 2 3 എന്നല്ല, നേരെ തിരിച്ച 1 3 2 എന്നാണ് കിടക്കുന്നത്. ഇതെന്തെങ്കിലും കോഡ് വെച്ച് ഓർത്തിരിക്കുക. കാരണം ഇത് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ജിയുടെ യൂണിറ്റും ഡയമെൻഷനും എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഡയറക്റ്റ് 1 വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ 1 മാർക്കിനോ ഒക്കെ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോർഷൻ ആയിട്ടുള്ളത്.